1950കളിൽ ആളുകൾ ഡ്രൈവിംഗ് പഠിച്ചിരുന്നത് എങ്ങനെയെന്ന് ആലോചിച്ചിട്ടുണ്ടോ? അക്കാലത്ത് ഡ്രൈവർ പരിശീലനം ഒരു സിമുലേറ്റഡ് റോഡിലാണ് തുടങ്ങിയിരുന്നത്. സ്റ്റിയറിംഗ് വീൽ തിരിക്കുമ്പോൾ ഒരു ചെറിയ മോഡൽ കാർ യഥാർത്ഥ വാഹനത്തെ പോലെ പ്രതികരിക്കുമായിരുന്നു. ഈ പരിശീലന സംവിധാനങ്ങളിൽ നേർരേഖകൾ, വളവുകൾ, വിവിധ റോഡ് അവസ്ഥകൾ ഉണ്ടായിരുന്നു. കൂടാതെ വിദ്യാർത്ഥികൾ ട്രാഫിക് ലൈറ്റുകളോട് കൃത്യമായി പ്രതികരിക്കേണ്ടിയിരുന്നു. പെട്ടെന്നുള്ള തടസ്സങ്ങൾ നേരിടുന്നതും കൃത്യമായി പാർക്ക് ചെയ്യുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശീലനത്തിൽ ഉൾപ്പെട്ടിരുന്നു. ഇത് വിദ്യാർത്ഥികൾക്ക് യഥാർത്ഥ ഡ്രൈവിംഗിന്റെ ഒരു പൂർണ്ണമായ അനുഭവം നൽകി. 1960കളോടെ ഇംഗ്ലണ്ടിലെ നോട്ടിംഗ് ഹിൽ സ്കൂൾ കൂടുതൽ നൂതനമായ സിമുലേറ്ററുകൾ അവതരിപ്പിച്ചു. ഇവ വാഹനത്തിൽ പ്രവേശിക്കുന്നതും എഞ്ചിൻ ആരംഭിക്കുന്നതും മുതൽ യഥാർത്ഥത്തിൽ പ്രൊജക്ട് ചെയ്ത റോഡുകളിലൂടെ ഡ്രൈവ് ചെയ്യുന്നതും ഉൾപ്പെടെ ഒരു പടി കൂടി മുന്നേറി. വിദ്യാർത്ഥികൾക്ക് അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലായതിനു ശേഷം ഇൻസ്ട്രക്ടർ ഒരു വെർച്വൽ തെരുവ് കാഴ്ച പ്രൊജക്ട് ചെയ്യും. ഇത് യഥാർത്ഥ ഡ്രൈവിംഗ് പോലെ തന്നെ തോന്നിപ്പിച്ചു. ഇത് അവരുടെ ഏകോപനം, പ്രതികരണ സമയം, ആത്മവിശ്വാസം എന്നിവ മെച്ചപ്പെടുത്താൻ സഹായിച്ചു. മുഴുവൻ പരിശീലന കോഴ്സും 790 മിനിറ്റ് സെഷനുകൾ അടങ്ങുന്നതായിരുന്നു. ഓരോ വിദ്യാർത്ഥിയുടെയും പ്രകടനം രേഖപ്പെടുത്തുകയും തെറ്റുകൾ വിശകലനം ചെയ്യുകയും അവർക്ക് കേന്ദ്രീകൃതമായ ഫീഡ്ബാക്കും പരിശീലനവും നൽകുകയും ചെയ്തു. അക്കാലത്ത് ഇത് വളരെ നൂതനമായ ഒരു സംവിധാനമായിരുന്നു. ഇത് പുതിയ ഡ്രൈവർമാരുടെ ഒരു മുഴുവൻ തലമുറയെയും വൈദഗ്ധ്യത്തോടും ആത്മവിശ്വാസത്തോടും കൂടി നിരത്തിലിറങ്ങാൻ സഹായിച്ചു.